രാജ്യത്ത് എന്തൊരു നല്ല കാര്യം നടന്നാലും അതിനെ ആദ്യം എതിർക്കാൻ കുറെ ആളുകളുണ്ടാവും. അത് കമ്പ്യൂട്ടർ വന്നപ്പോഴാണെങ്കിലും ട്രാക്ടർ വന്നപ്പോഴാണെങ്കിലും വിഴിഞ്ഞം പ്രോജക്റ്റ് വന്നപ്പോഴാണെങ്കിലും അങ്ങനെ തന്നെ. ഇന്നും മോദി സർക്കാർ കൊണ്ടുവരുന്ന ഏതൊരു വികസന പ്രവർത്തനത്തെയും എതിർക്കാൻ ആളുണ്ട്. ഗ്രേറ്റ് നിക്കോബാർ ദ്വീപുകളുടെ വികസന പ്രവർത്തനങ്ങളെ എതിർക്കാൻ ഇവിടുന്ന് വണ്ടിക്കാശും ചെലവാക്കി രാഹുൽ ഗാന്ധി അവിടെ വരെ പോയി വനഭംഗിയെക്കുറിച്ചും വന്യമൃഗങ്ങളെക്കുറിച്ചും പരിസ്ഥിതിയെക്കുറിച്ചും വാചാലനായത് അതിന്റെ ഏറ്റവും പുതിയ രൂപമാണ്. സോ ഈ എതിർപ്പില്ലാതെ എന്താണ് ഈ നാട്ടിൽ നടന്നിട്ടുള്ളത്? ആദ്യം എതിർക്കും, പിന്നെ അത് സക്സസ് ആയി കഴിഞ്ഞാൽ പിന്നെ അഭിമാനിക്കും. അതാണല്ലോ ഒരു പതിവ് ശൈലി. ഇപ്പൊ വിഴിഞ്ഞം പ്രോജക്റ്റിന്റെ കാര്യത്തിലേക്ക് തന്നെ വരാം. സ്വപ്ന തുല്യമായ കുതിപ്പാണ് വിഴിഞ്ഞം പ്രോജക്റ്റിന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. 13,220 കോടി രൂപയുടെ ഭീമൻ നിക്ഷേപവുമായിട്ട് ലോകത്തെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനിയായിട്ടുള്ള MSC ഇപ്പോൾ വന്നിരിക്കുന്നു എന്നതാണ് വിഴിഞ്ഞം പ്രോജക്റ്റുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും വലിയ അപ്ഡേറ്റ്. ഇതോടെ ഏഷ്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട തുറമുഖങ്ങളിൽ ഒന്നായിട്ട് മാറാൻ പോവാണ് വിഴിഞ്ഞം. കേരളത്തിന്റെ വികസന ചരിത്രത്തിലും ഇന്ത്യൻ തുറമുഖ മേഖലയിലും സുവർണ ലിപികളാൽ രേഖപ്പെടുത്താവുന്ന ഒരു വൻ നിക്ഷേപ കരാറ് യാഥാർത്ഥ്യമായിരിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ ഷിപ്പിംഗ് ശൃംഖലയായ സ്വിറ്റ്സർലൻഡ് ആസ്ഥാനമായ MSC എന്ന് പറയുന്ന ഗ്രൂപ്പ്, അതായത് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി ഗ്രൂപ്പ്, വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ 49% ഓഹരികൾ സ്വന്തമാക്കിയിരിക്കുകയാണ്. ഏകദേശം $1.397 ബില്യൺ കരാർ. ഏതാണ്ട് 13,220 കോടി രൂപയാണ് ഇവർ നിക്ഷേപിച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ ഒരു ആഭ്യന്തര തുറമുഖ അടിസ്ഥാന സൗകര്യ വികസന മേഖലയിലേക്ക് എത്തുന്ന ഏറ്റവും വലിയ വിദേശ സ്വകാര്യ നിക്ഷേപമാണിത്. ഒന്ന് ആലോചിച്ച് നോക്കുക. MSC എന്ന് പറയുന്നത് വേൾഡ് ക്ലാസ് കമ്പനിയാണ്, ലോകത്തെ ഒന്നാം നിര കമ്പനിയാണ്. ആ കമ്പനി ഇന്ത്യയിലെ ഒരു തുറമുഖത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാണ്. അത് പക്ഷേ നമ്മുടെ കേരളത്തിലെ വിഴിഞ്ഞം തുറമുഖമാണ്. ഈ തുറമുഖമാണ് നിർമ്മിക്കാൻ പോയ സമയത്ത് പ്രായോഗികമല്ല, പരിസ്ഥിതിക്ക് ചേരില്ല, ഇത് സക്സസ് ആവില്ല, ശ്രീലങ്കയിൽ തുറമുഖമുണ്ട്, അങ്ങ് മലേഷ്യയിലുണ്ട്, സിംഗപ്പൂരുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലരും എതിർത്തുകൊണ്ടിരുന്നത്. എന്തെല്ലാം പ്രതിഷേധങ്ങൾ നേരിട്ടുകൊണ്ടാണ് ഈ ഒരു പദ്ധതി യാഥാർത്ഥ്യമായത്. ഇന്നിപ്പോ ഇന്ത്യയിൽ മറ്റൊരു തുറമുഖത്തിലും ഇൻവെസ്റ്റ് ചെയ്യാതെ MSC എന്ന് പറയുന്ന കമ്പനി ഈ ഒരു നമ്മുടെ തുറമുഖത്തിൽ വന്ന് ഇത്രയും വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് നടത്തണമെന്നുണ്ടെങ്കിൽ അവർക്കറിയാം ഈ തുറമുഖത്തിന്റെ ഭാവി മനോഹരമാണ് എന്ന്. ഈ തുറമുഖം ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച തുറമുഖമായി മാറാൻ പോവുകയാണ് എന്ന്. അതാണ് എക്സ്പീരിയൻസ് ഉള്ള ഒരു കമ്പനിയുടെ കഴിവ്. അവർ ഭാവി മനസ്സിലാക്കിയിട്ടാണ് ഇൻവെസ്റ്റ്മെന്റ്സ് നടത്തുക. വിഴിഞ്ഞവും വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട മേഖലയും നമ്മൾ സ്വപ്നം കാണാത്ത വിധം വികസിക്കാൻ പോവുകയാണ് എന്നത് അടിവരയിട്ട് നമുക്കിനി പറയാൻ പറ്റും. ഈ ഒരു നിക്ഷേപത്തെ നിസ്സാരമായി കാണാൻ പറ്റില്ല. അത്രയും വലിയൊരു കമ്പനിയാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യയിലെ ഒരു ആഭ്യന്തര തുറമുഖ അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ എത്തുന്ന ഏറ്റവും വലിയ വിദേശ നിക്ഷേപം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അദാനി പോർട്സ് ആൻഡ് സ്പെഷ്യൽ എക്കണോമിക് സോൺ MSC ഗ്രൂപ്പിന്റെ ടെർമിനൽ വിഭാഗമായ ടെർമിനൽ ഇൻവെസ്റ്റ്മെന്റ് ലിമിറ്റഡ് എന്നിവർ തമ്മിലാണ് ഇത് സംബന്ധിച്ച അന്തിമ കരാർ ഒപ്പുവെച്ചത്. 2024 ഡിസംബറിൽ കമ്മീഷൻ ചെയ്തത് മുതൽ വിഴിഞ്ഞം തുറമുഖം ഇന്ത്യൻ തീരത്ത് പുതിയ റെക്കോർഡുകൾ സൃഷ്ടിക്കുകയാണ്. വെറും 18 മാസങ്ങൾക്കുള്ളിൽ 20 ലക്ഷത്തിലധികം TEU കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യുന്ന ആദ്യ ഇന്ത്യൻ തുറമുഖം എന്ന ചരിത്ര നേട്ടമാണ് വിഴിഞ്ഞം സ്വന്തമാക്കിയത്. ഈ 2026 ജൂണിൽ വിഴിഞ്ഞത്ത് 1000 കപ്പലുകൾ തികഞ്ഞിരിക്കുകയാണ്. അതായത് 1000 കപ്പലുകൾ ഇവിടെ വന്നു പോയിരിക്കുകയാണ്, അല്ലെങ്കിൽ ഈ തുറമുഖം വരവേറ്റിരിക്കുകയാണ്. ഇത്രയും കുറഞ്ഞ സമയത്തിനുള്ളിൽ ലോകത്തൊരു തുറമുഖത്തിനും അവകാശപ്പെടാൻ കഴിയാത്ത നേട്ടം. ഇന്ത്യയിലെ മറ്റു തുറമുഖങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ അൾട്രാ ലാർജ് കണ്ടെയ്നർ മദർഷിപ്പുകൾ എത്തിയ തുറമുഖവും നമ്മുടെ വിഴിഞ്ഞം തുറമുഖമാണ്. എത്ര എണ്ണമാണെന്ന് അറിയാമോ? 70 എണ്ണത്തിലധികമാണ് എത്തിയത്. ഈ വൻ നിക്ഷേപം നമ്മുടെ കേരളത്തിന്റെയും തിരുവനന്തപുരത്തിന്റെയും മുഖച്ഛായ തന്നെ മാറ്റിമറിക്കും. നിലവിൽ 16 ലക്ഷം TEU ശേഷിയുള്ള വിഴിഞ്ഞം തുറമുഖത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ അതിവേഗം പുരോഗമിക്കുകയാണ്. 2028 ഡിസംബറോടെ തുറമുഖത്തിന്റെ ശേഷി 3.5 മടങ്ങ് വർദ്ധിപ്പിച്ച് 57 ലക്ഷം TEU ആക്കി മാറ്റാൻ ഈ തുക വിനിയോഗിക്കാനാണ് തീരുമാനം. ലോകത്തിലെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനി തന്നെ നേരിട്ട് പങ്കാളിയാകുന്നതോടെ അവരുടെ ഭൂരിഭാഗം കപ്പലുകളും വിഴിഞ്ഞത്തെ ഒരു പ്രധാന ട്രാൻസ്ഷിപ്മെന്റ് ഹബ്ബാക്കി മാറ്റും എന്നതാണ് ഇതിന്റെ മറ്റൊരു അഡ്വാൻറ്റേജ്. ഇത് ചരക്കുകളുടെ അളവ് വലിയ തോതിൽ വർദ്ധിപ്പിക്കും. നിലവിൽ ബംഗ്ലാദേശ് ഉൾപ്പെടെയുള്ള അയൽ രാജ്യങ്ങളുടെ ചരക്കുകൾ സിംഗപ്പൂർ, കൊളംബോ തുടങ്ങിയ വിദേശ തുറമുഖങ്ങളെയാണ് ആശ്രയിക്കുന്നത്. ഇനി മുതൽ ഈ ചരക്കുകൾ വിഴിഞ്ഞം വഴി എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ കഴിയും.
ഇത് ഇന്ത്യൻ സമുദ്ര മേഖലയിലെ വിഴിഞ്ഞത്തിന്റെ ആധിപത്യം ഉറപ്പിക്കും. അതായത് നമ്മുടെ തലസ്ഥാനത്തെയും സംസ്ഥാനത്തെയും രാജ്യത്തെയും വികസന കുതിപ്പിൽ വലിയൊരു പങ്ക് വഹിക്കാൻ പോവുകയാണ് വിഴിഞ്ഞം തുറമുഖം. ഒരു കാലത്ത് ഇതിനെ എതിർത്തവർക്ക് ഇന്നൊരു പക്ഷെ കുറ്റബോധം തോന്നുന്നുണ്ടാവാം. ഇപ്പോഴും നിങ്ങൾ ചിന്തിക്കുക, നമ്മുടെ രാജ്യത്ത് നടക്കാൻ പോകുന്ന ഏതൊരു പ്രോജക്റ്റിനെയും പരിസ്ഥിതിവാദം പറഞ്ഞോ ഇല്ലാത്ത ഭീതി ഉണ്ടാക്കിയോ ഒക്കെ പ്രതിപക്ഷ പാർട്ടികളോ അല്ലെങ്കിൽ ചില ആക്ടിവിസ്റ്റുകളോ ചില ഗ്രൂപ്പുകളോ അല്ലെങ്കിൽ സംഘടനകളോ ഒക്കെ എതിർക്കുന്നത് ശരിക്കും യാതൊരു ബോധവുമില്ലാതെയാണ്. അവർക്ക് ആ പദ്ധതിയെക്കുറിച്ചുള്ള അറിവില്ലായ്മ കൊണ്ടോ രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ടോ മറ്റാരുടെയെങ്കിലും താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടോ ആണ് ഏതൊരു പദ്ധതിയെയും വികസനത്തെയും എതിർക്കുന്നത്. എന്നാൽ അത് നടപ്പിലാവുകയാണെങ്കിൽ നമ്മുടെ രാജ്യത്തെ അടിമുടി മാറ്റാൻ അത് സഹായകരമാകുമെന്ന് എല്ലാവരും ഓർത്തു വയ്ക്കുക. വിഴിഞ്ഞം ഏറ്റവും ഒടുവിലെ ഉദാഹരണമാണ്. എന്തുമാത്രം ശ്രമങ്ങളാണ് ഇത് വരാതിരിക്കാൻ വേണ്ടി നടന്നത്. അതിനെല്ലാം തകർത്തുകൊണ്ടാണ് ഈ പദ്ധതി യാഥാർത്ഥ്യമായത്. ഇന്ന് നമ്മുടെ തലസ്ഥാനത്തിന്റെയും സംസ്ഥാനത്തിന്റെയും മാത്രമല്ല രാജ്യത്തിന്റെ തന്നെ വളർച്ചയിൽ നിർണായകമായ പങ്ക് വഹിക്കാൻ പോകുന്ന ഒരു പോർട്ടായിട്ട് വിഴിഞ്ഞം ചുരുങ്ങിയ സമയം കൊണ്ട് മാറിയിരിക്കുകയാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.